തിരുവനന്തപുരം വർക്കലയിൽ യുവാവ് കുത്തേറ്റു മരിച്ചു. മുത്താന സ്വദേശി പ്രിജു ആണ് കൊല്ലപ്പെട്ടത്. സുഹൃത്തുക്കളുമായി മദ്യപിച്ചിരിക്കെ പുറത്തുനിന്നെത്തിയ 5-അംഗ സംഘം പ്രജുവിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിലെ മുഖ്യപ്രതി ഗൗരി കൃഷ്ണനെ പോലീസ് പിടികൂടി. വിവരങ്ങളുമായി അനിരു അശോകൻ ചേരുന്നുണ്ട്. അനിരു, ഈ തിരുവോണദിനത്തിൽ അത്ര ശുഭകരമായ വാർത്തകളല്ല വരുന്നത്. എന്താണ് വർക്കലയിൽ സംഭവിച്ചത്? അരുണ്യ, ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് വർക്കല മുത്താനയിൽ സുഹൃത്തുക്കളുമായി മദ്യപിച്ചുകൊണ്ടിരുന്ന 35-കാരനായ പ്രിജുവിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. സുഹൃത്തുക്കളുമായി വീടിന് സമീപത്ത് മദ്യപിച്ചുകൊണ്ടിരിക്കെ ഗൗരി കൃഷ്ണ, അമ്പാടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു 5-അംഗ സംഘം പ്രിജുവിനെയും കൂട്ടുകാരെയും മർദ്ദിക്കുകയായിരുന്നു. തിരിച്ചുള്ള ആക്രമണത്തിലാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് പോലെ ഗൗരി കൃഷ്ണ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് പ്രിജുവിനെ നെഞ്ചിലും മുതുകിലുമായി കുത്തിപ്പരിക്കേൽപ്പിക്കുന്നത്. തുടർന്ന് ഈ സംഘം രക്ഷപ്പെടുകയായിരുന്നു. വളരെ ഗുരുതരമായി പരിക്കേറ്റ പ്രിജുവിനെ സുഹൃത്തുക്കളൊക്കെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. എന്നാൽ ഉടൻ തന്നെ പോലീസ് നടപടികൾ ഉണ്ടാകുന്നു. ഗൗരി കൃഷ്ണനെ പിടികൂടുന്നു. അതുപോലെ തന്നെ അമ്പാടിക്കായിട്ട് തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറും 19-20 വയസ്സുകാരായിട്ടുള്ള ഒരു സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആക്രമണം നടന്നിട്ടുള്ളത്. ഈ കൊല്ലപ്പെട്ട പ്രിജുവിന് 35 വയസ്സാണ്, വിവാഹിതനാണ്, 2-4 വയസ്സുള്ള കുട്ടികളാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജാണ്. ഇനി പിടികൂടാനുള്ളത് അമ്പാടി അടക്കമുള്ള 4-അംഗ സംഘത്തെ ആണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്കായിട്ട് വലവിരിച്ചിട്ടുണ്ട്. ഇവരുടെ വീടുകളിലും ഇവർ പോകാനുള്ള സുഹൃത്തുക്കളുടെ ഒക്കെ വീടുകളിൽ പരിശോധന നടക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ഈ അക്രമത്തിന് പിന്നിലുള്ളത് എന്നുള്ള വിവരം പോലീസിന് ലഭ്യമായിട്ടില്ല. ഇപ്പോൾ ഗൗരി കൃഷ്ണനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. വരും മണിക്കൂറുകളിൽ തന്നെ ഇതെന്താണ് ഇത്തരത്തിലൊരു അക്രമത്തിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും നയിച്ചതെന്നുള്ള കാരണം വ്യക്തമാക്കുകയുള്ളൂ. അരുണ്യ, അനിരുവാണ് സംശയങ്ങൾ നൽകിയത്.